എൻ്റെ പേര് ഷെറിൻ എന്നാണ്. ഞാൻ ഇവിടെ എറണാകുളം കലൂരാണ് വരുന്നത്. ഡോഗിൻ്റെ പേര് വരുന്നത് ജാക്ക് റസൽ ടെറിയർ ആണ് ഡോഗിൻ്റെ ബ്രീഡ്. ഡോഗിൻ്റെ പേര് വരുന്നത് ജാക്ക് സ്പാരോ എന്നാണ്. അതിൻ്റെ മെയിൻ കാരണം സിംഗിൾ ഐ പാച്ച് ഉള്ളതുകൊണ്ട് ജാക്ക് സ്പാരോ എന്ന് വെച്ചതാണ്. പൈറേറ്റ് ഐ ആണല്ലോ. ഇതിനു മുന്നേ എനിക്ക് 2 ഡോഗ് ഉണ്ടായിരുന്നു. ഒരു ഷിഗ്സോ ഉണ്ടായിരുന്നു, ഒരു ഗോൾഡ് റിട്രീവർ ഉണ്ടായിരുന്നു. ജാക്ക് റസൽ ടെറിയറിനെ എടുക്കാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഗോൾഡ് റിട്രീവർ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ഡോഗ് ആയതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും മുസ്ലിം ആയതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓടാനുള്ള എളുപ്പത്തിനാണ് ജാക്ക് റസൽ ടെറിയറിനെ മേടിച്ചത്. പക്ഷേ ഒരിക്കലും ജാക്ക് റസൽ ടെറിയറിനെ മേടിച്ചപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഡോഗിനെ പോയി എടുക്കുകയല്ലേ ചെയ്ത്. നല്ലതുപോലെ അനാട്ടമി വൈസ് നല്ലൊരു ഡോഗിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തായിരുന്നു ചേട്ടാ. അപ്പോൾ സെർച്ച് ചെയ്ത സ്ഥലത്തൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു അനാട്ടമി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രിവാൻഡ്രം വരെ പോകേണ്ടി വന്നു. അങ്ങനെ പോയിട്ടാണ് ഞാൻ എടുത്തത്. തീർച്ചയായിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലും നല്ല ഡോഗ്സ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം. അപ്പോൾ എല്ലാം വെച്ച് ഒരു പക്ക അനാട്ടമി ഉള്ള ഒരു ഡോഗിനെ നോക്കി എടുത്തതാണ്. ഇപ്പോൾ ജാക്ക് റസൽ ടെറിയറിൽ തന്നെ ഇപ്പോൾ സോഫ്റ്റ് കോട്ട്, സ്മൂത്ത് കോട്ട്, വയർഡ് കോട്ട്, അങ്ങനെ പലതരം കോട്ട്സ് വരുന്നുണ്ട്. അതുകൂടാതെ കളറാണെങ്കിലും ട്രൈ കളർ, ബൈ കളറൊക്കെ വരുന്നുണ്ട്. ബൈ കളറാണ് വൈറ്റ് ആൻഡ് ടാനാണ് വരുന്നത്. ട്രൈ കളർ എന്ന് പറയുമ്പോൾ ബ്ലാക്കും വൈറ്റും ടാനും കൂടി ആയിട്ടാണ് വരുന്നത്. അങ്ങനെ പല കളേഴ്സും വരുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി വൈറ്റ് ആൻഡ് ടാൻ ആയിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അത് എടുത്തത്. ഇവൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് ഇവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നല്ല രീതിയിൽ ഓടും. നല്ല രീതിയിൽ ഇവന് എക്സസൈസ് ഉണ്ട്. നല്ല രീതിയിൽ ഓടിക്കും. അവന് വേണ്ടി ഒരു പ്ലേസ് അവിടെ ഉണ്ട്. അവന് വേണ്ടി ഒരു വാച്ച് സ്റ്റേഷൻ പോലെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലത് സെറ്റ് ചെയ്ത് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുക മാക്സിമം. ഇവന് വരുന്ന ഫുഡ് എന്ന് പറയുന്നത് റൈസ് കൊടുക്കും. പിന്നെ റൈസിൻ്റെ കൂടെ തന്നെ സോയാ ചങ്ക്സ്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പംകിൻ, പിന്നെ ഫിഷോ ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ അല്ലെങ്കിൽ ബീഫ്, ഇതിൽ 4 ഏതെങ്കിലും ഒരെണ്ണം. അത് ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഈ ഫിഷ് ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നത്. ഇവൻ 5 പേരിൽ 5ാമത്തെ കുട്ടി ഇവൻ. ഇവൻ്റെ ഓരോ സിബ്ലിങ്സിനും ഓരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇവൻ കുറച്ചുകൂടെ ഷോർട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഐ പാച്ച് ഉണ്ടായിരുന്നു, പൈറേറ്റ് ഐ എന്ന് പറയുന്ന ഒരു സംഭവം അതുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ കൂടെ ഉള്ളവരിൽ ചെവിയിൽ മാത്രമൊക്കെ ഉള്ളതുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ആ പാച്ചസ് ഇഷ്ടപ്പെട്ടു. പിന്നെ അനാട്ടമി വൈസ് 5 പേരും അടിപൊളിയാണ് കേട്ടോ. അതിൽ അനാട്ടമി വൈസ് എനിക്ക് ഇവനെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അതാണ് മെയിനായിട്ട്. ഷോർട്ടാണല്ലോ കുറച്ചുകൂടി. ഇനി നാളെ ഒരു ഇപ്പോൾ ഷോയ്ക്കൊക്കെ ഇറക്കാനൊരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ഡോഗ് കുറച്ചുകൂടി നല്ലതാണല്ലോ എന്ന് ഓർത്തെടുത്തതാണ്. ഈ ബ്രീഡിന് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗാണ്. കാരണം ഇവർ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കത്തില്ല. നമ്മൾ എന്തോരം നേരം നമ്മളിവരെ എക്സസൈസ് കൊടുത്തുകൊണ്ടിരുന്നാലും ഇവർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഡിഗ്ഗിങ് ഇവരെ മെയിൻ സാധനമാണ്. ഇവർക്ക് ഡിഗ്ഗിങ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇപ്പോൾ ചുമ്മാ കൂട്ടിലായിട്ടിരിക്കുന്നെങ്കിലും അവിടെ പോലും ഇവർ ഡിഗ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത്യാവശ്യം എന്തൊരു സാധനം കിട്ടിയാലും പെട്ടെന്ന് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് കളിക്കും. ഇപ്പോൾ ഏത് ടോയ് കൊടുത്താൽ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ബോൾ ക്രേസ് ഉണ്ട്. ബോള് നമ്മൾ എത്ര ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും ബോൾ കാണിച്ച് അവൻ സ്റ്റക്കായിട്ട് നിൽക്കും. അവൻ ആ ബോൾ എറിയും എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് ആ ബോളിന് വേണ്ടിയിട്ട് അവൻ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് വേറെ ആരും ഇവനങ്ങനെ തൊടാറില്ല. ഞാനാണ് കൂടുതലും അതായത് മുസ്ലിം ഫാമിലി ആണെങ്കിലും എനിക്ക് ഇവനെ സെലക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് പോലെ അവർക്ക് താല്പര്യമില്ല എന്നുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല, ഫാമിലിയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവന് ആരും അങ്ങനെ തൊടാത്തത് കൊണ്ട് ഇവന് കൂടുതൽ താല്പര്യം എൻ്റെ അടുത്താണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മാസ്റ്റർ പോലെ ഇവൻ. പക്ഷേ ആര് വന്ന് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്താണെങ്കിലും ഭയങ്കര കമ്പനിയായിട്ട് ഇവന് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും വന്ന് ഇവനെ കടിൽ ചെയ്യണതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതേപോലെ തന്നെ ഞാനിപ്പോൾ അടുത്തു നിന്ന് പോവുകയാണെങ്കിൽ ഇവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പം എത്ര പേരുണ്ടെങ്കിലും അവിടെ അവൻ എൻജോയ് ചെയ്ത് നടക്കുവാണെങ്കിലും ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയുന്ന അവനപ്പോൾ ഞാൻ എന്നെ എവിടെ നിന്നാണോ കണ്ട് അവസാനിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് വെക്കും ഞാൻ തിരിച്ച് വരുന്നവരെ. അതേപോലെ ഓഫീസിൽ നിന്ന് ഞാൻ വരുന്നത് വരെ ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അവിടെ മൊത്തം ഞാൻ വന്നു എന്നുള്ളത് അറിയിക്കും. ചെറുപ്പം മുതലേ ഡോഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത്രയും നന്ദിയും സ്നേഹമുള്ള ഒരു ജീവി വേറെ ഉണ്ടോ? മനുഷ്യരെക്കാളും നന്ദിയില്ലേ? അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ ഞാൻ കമ്മ്യൂണിറ്റി അങ്ങനെ വലിയൊരു കാര്യമാക്കാറില്ല. അപ്പം വീട്ടിലാണെങ്കിലും അവരുടെ ഇഷ്ടം, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ആ ഒരു സെറ്റപ്പാണ്. വീട്ടിലാണെങ്കിലും വലിയ പ്രഷറൈസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും പറ്റത്തില്ല, ഹറാമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് സപ്പോർട്ടിങ്ങും ഇല്ല, അതായത് ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാൻ. എല്ലാവരും പറയും ഇത് ഹറാമല്ലേ എന്ന് ചോദിക്കും. എനിക്കിത് ഹരമാണ്. എൻ്റെ വണ്ടി സ്കൂട്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഞാൻ
തിരിച്ച് മുകളിലേക്കാണ് കയറുന്നത്. അങ്ങനെ ആ ഒരു റൂട്ടീൻ കറക്റ്റ് അല്ല. ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ അവിടെ എത്തുന്നത് വരെ, അതായത് ചിലപ്പോൾ എനിക്ക് വന്ന ഉടനെ അപ്പുറത്തെ വീട്ടിലൊന്ന് പോകേണ്ടി വരുമായിരിക്കും. ഞാൻ അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ സാധാരണ റൂട്ടീൻ അതല്ലല്ലോ, തിരിച്ച് കയറണ്ടേ, അത് കയറുന്നത് വരെ കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോൾ തന്നെ ഇത് അവസ്ഥയെങ്കിൽ മാറിയിരിക്കാൻ എനിക്ക് പേടിയാണ്. നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. ഡോഗ്സ് തീർച്ചയായിട്ടും ഏത് പെറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവനുള്ളതുകൊണ്ട് ഇപ്പം പോവുകയാണെങ്കിലും കൊണ്ടുപോകാമല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, ആ ബാഗിലിട്ടുകൊണ്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ഒരുപാട് ക്രോസ് ബ്രീഡ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നതിൽ ഞാൻ പല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് പോയപ്പോഴും ഞാൻ കണ്ടു, ഇപ്പോൾ ഇവനെ കണ്ടില്ലേ, ഇവനേക്കാളും കുറച്ചുകൂടി നീളം കൂടുതലും ഹൈറ്റ് കൂടുതലും കാലിന് ബെൻഡൊക്കെ ഉള്ള ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് പപ്പി സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അയ്യോ, പാരൻസിനെ കാണിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർ ഇച്ചിരി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കും, അല്ലെങ്കിൽ ഫാദറിനെ മാത്രം കാണിച്ചിട്ട് മദറിനെ കാണിക്കാതിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പേടി, അയ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞ് എന്തായാലും നമ്മുടെ കൂടെ ഒരു 12 വർഷം ജീവിക്കേണ്ടതല്ലേ, 12 to 16 വർഷം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇംബ്രീഡിങ് വന്ന എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അവിടുത്തെ സജീവ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വഴി എനിക്ക് കിട്ടിയത്. കാരണം അവർ ഒരു ബ്രീഡർ അല്ല, ഒരു ഹോം ബ്രീഡിങ് അവർ ചെയ്യുന്നത്. അവരെ വീട്ടിലാകെ ഇന്ത്യൻ ചാമ്പ്യൻസ് 2 പേരുണ്ട്. ആ 2 പേരെ വെച്ചിട്ടാണ് അവർ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മെയിനായിട്ട് എടുക്കാൻ കാരണം. നമ്മൾ എന്തൊരു ടെൻഷനിൽ വരുവാണെങ്കിലോ, അതായത് നമ്മുടെ ഇമോഷൻസ് ശരിക്കും ഇവർക്ക് മനസ്സിലാവും. അത് ഈ ബ്രീഡെന്നല്ല, എനിക്കൊന്നും ഡോഗ്സിന് എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. നമ്മളിപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ടെൻഷനായിട്ടാണ് കയറുന്നതെങ്കിൽ ആള് ഭയങ്കര കുറച്ച് ഈ ഒരു ഹൈപ്പർ ആക്ഷൻ കാണിക്കൂല, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കില്ല, ഒന്ന് മാറി ഒതുങ്ങി നിൽക്കും, എന്തോ ഒരു സങ്കടം ഉണ്ടെന്നുള്ളൊരു മനസ്സിലാക്കി പെരുമാറും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലെ നമ്മൾ കയറി ചെല്ലുന്നത് അത് ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അത് എന്ത് കഴിവാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ഇവരെ ക്യാച്ച് ചെയ്യും. അതാ പറഞ്ഞാൽ മനുഷ്യരെക്കാളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവ് ഇവർക്കുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് എവിടെ പോയാലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് മുമ്പത്തെ ഡോഗ്സിനേക്കാളും കുറച്ചും കൂടി സന്തോഷം ഇവനെ കിട്ടിയതിലുണ്ട്. ഞാൻ എപ്പോഴും ആ ബാഗിലിട്ടുണ്ട് പോകുന്നിടത്തൊക്കെ അത്യാവശ്യം ഒഫീഷ്യൽ കാര്യങ്ങളല്ലാത്തടത്ത് പോകുമ്പോൾ കൊണ്ടുപോകുമ്പം അവിടെ അവൻ ഇങ്ങനെ കളിച്ച് നടന്നോളും. നമ്മളാണെങ്കിലും എവിടെയെങ്കിലും കൂളായി കഴിയുമ്പോഴേക്കും ഇതേപോലെ ഇപ്പം കുറേ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂല, കൂളായി കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ എനിക്കൊരു ചാനലുണ്ട്, ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഞാൻ ഇവനെ ആദ്യമായിട്ട് മേടിക്കുന്നത് പോലത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുതൽ കാണുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ഇവൻ്റെ കാര്യങ്ങൾ, ഇവൻ്റെ പാച്ചസ്, അങ്ങനത്തെ എവിടെ നിന്നാണ്, അങ്ങനെയൊക്കെ കുറേ എൻക്വയറീസ് വരാറുണ്ട്. ഇപ്പോൾ ഇവനെ ബ്രീഡിങ്ങിനാണെങ്കിലും ഒരു 11 months ഒക്കെ ആകുമ്പോഴേക്കും ബ്രീഡിങ് ചെയ്യിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവന് 8 months കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻക്വയറി ഇപ്പോഴേ നേരത്തെ തന്നെ വന്ന് കിടപ്പുണ്ട്.